അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം. നാനാത്വത്തിൽ ഏകത്വമെന്നും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെന്നും മതേതരത്വത്തിന്റെ നാഡീവ്യൂഹമെന്നുമൊക്കെ നമ്മൾ അഭിമാനിച്ചെടുത്തു നിന്നുമാണ് വർഗീയ വാൾ ഇന്ത്യയെ മുറിച്ച് ആ രക്തം കൊണ്ട് വർഗീയ രാഷ്ട്രീയ ചരിതമെഴുതുന്നത്. കേന്ദ്രത്തിൽ BJP നടത്തുന്നത് പ്രത്യക്ഷ വർഗീയതയാണ് എങ്കിൽ കേരളത്തിൽ LDF വർഗീയത പ്രതിരോധത്തിനും നിലനിൽപ്പിനുമായി മതചിന്തകളെ മാറ്റിക്കഴിഞ്ഞു. ഇത് കേരള നെഞ്ചിലെ തീയാണ്. ആ അഗ്നി കെടാതെ ആളിപ്പിടർത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് BJP, RSSനെ പോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും. വ്യത്യസ്ത ജനസമൂഹത്തിന്റെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും ഹനിക്കുന്ന പ്രസ്താവനകൾ കൊണ്ട് ഇരപിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഇന്ന്. അതിൽ നിന്നും വ്യത്യസ്തമായി മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന കോൺഗ്രസ് സമഭാവനയോടെ ജനത്തിനെ കൂടെ നിർത്താനുള്ള ശ്രമത്തിലുമാണ്. BJP വർഗീയത പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർ അധികാരത്തിലേറിയത് തന്നെ വർഗീയ ധ്രുവീകരണത്തിലൂടെയാണ്. ഹിന്ദു രാജ്യം വരണമെന്ന RSS അജണ്ട BJP ഭരണത്തിലൂടെ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ചരിത്രം മായ്ച്ച് അവിടെ സംഘപരിവാർ ഇച്ഛക്കനുസരിച്ച് RSS എഴുതി പഠിപ്പിച്ച പ്രാകൃത ചിന്താധാരകളെ കുത്തി നിറയ്ക്കുകയാണ്. ഇന്ത്യയിൽ ചരിത്ര സ്മാരകങ്ങളുടെ പേരുമാറ്റൽ, സർവകലാശാലകളുടെ പേരുമാറ്റൽ, പ്രധാന നഗരങ്ങളുടെ പേരുമാറ്റൽ തുടങ്ങി ഇന്ത്യ എന്നത് ഭാരതമാക്കാൻ വരെ എത്തിക്കഴിഞ്ഞു. ഇന്നും ഇന്ത്യയുടെ ഉണങ്ങാത്ത മുറിവാണ് ബാബരി മസ്ജിദ്. മതേതരത്വം വിളിച്ചു പറഞ്ഞ തൊഴിലാളികളുടെയും അടിസ്ഥാന വർഗക്കാരുടെയും വികാരങ്ങളെ കുത്തിയിളക്കി RSS BJPയുടെ വർഗീയ നീരാളിപ്പിടുത്തത്തിൽ നിന്നും പിടിച്ചെടുക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട തൊഴിലാളി പാർട്ടിയുടെ തനി നിറമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഷ്ട്രീയമായുള്ള പ്രകോപനങ്ങൾക്ക് രാഷ്ട്രീയമായി തന്നെ പ്രതിരോധം തീർക്കേണ്ടതിന് പകരം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ അസഹിഷ്ണുക്കളായി വർഗീയമായി ആക്രമിക്കുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന വില കുറഞ്ഞ ജുഗുൽസാവഹമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും മുഖ്യമന്ത്രിയും മന്ത്രിമാരും LDF നേതാക്കളും ആക്രമിക്കുന്നത് ഒരിക്കലും മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് മറക്കാൻ പറ്റുന്നതല്ല. മുസ്ലിം സഹോദരങ്ങളെ ഒരു പ്രത്യേക ചേരിയിലാക്കി ഇറക്കുന്ന നേതാക്കളുടെ പ്രസ്താവനകൾ കാണുമ്പോൾ ഇലക്ഷനുകളിൽ അവരെടുത്ത നിലപാടുകളെ തകർക്കാൻ തന്നെയാണ് ഇത്തരം വില കുറഞ്ഞ വികാര പ്രകടനങ്ങളിലൂടെ മനസ്സിലാകുന്നത്. BJP നേതാവ് നിതീഷ് റാണ കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കുകൾക്ക് പിന്തുണയെന്നോണം LDFന്റെ വിവിധ കോണുകളിൽ നിന്നും വർഗീയ പരാമർശങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുലിന്റെയും വിജയം SDPI സ്പോൺസേഡ് പരിപാടിയാണെന്ന് പറഞ്ഞതിന് പിന്നാലെ പാലോളി മുഹമ്മദ് കുട്ടിയുടെ മതേതര മലപ്പുറം മുന്നോട്ട് എന്ന മാഗസിനിലെ സൗമ്യദീപ്തം പാലോളി ജീവിതം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആവശ്യമുന്നയിച്ചത് മലപ്പുറം ജില്ലയാണെന്ന് പറഞ്ഞതും മലപ്പുറത്ത് നിന്ന് ഹവാലപ്പണം പിടിച്ചെടുക്കുന്നതിനെ മുസ്ലിം തീവ്രവാദികളുമായി ബന്ധിപ്പിച്ച് രാജ്യവിരുദ്ധവും ദേശവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതും ദ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിലുണ്ട്. ഇതിൻ്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് PC ജോർജ് പറഞ്ഞതും ഇന്ന് ജനം കേട്ടതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ഇന്ത്യയിലില്ല. ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. തുണി പൊക്കി നോക്കിയാൽ മുസ്ലിം അല്ലെന്ന് കണ്ടാൽ കൊല്ലുന്നതാണ് അവരുടെ രീതിയെന്നും മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, കേരളത്തിലെ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾ കൊള്ളയടിക്കുകയാണ്. ഇങ്ങനെ നീണ്ടു പോകുന്നു PC ജോർജിന്റെ പരാമർശങ്ങൾ. PC ജോർജ് വർഗീയ വിഷം ചീറ്റുന്നത് ഇതാദ്യമല്ല. എന്നിട്ടും നമ്മുടെ പോലീസ് നടപടികളെല്ലാം ചുരുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞാൽ അസഹിഷ്ണുത പൂണ്ട മതേതരത്വവും മുഖംമൂടി അണിഞ്ഞ വർഗീയ കോമരങ്ങളുടെ കണക്കുകളും അവസാനിക്കുന്നില്ല. അസഹിഷ്ണുതയിൽ ഉളവാകുന്ന വെറുപ്പും പകയുമാണ് വർഗീയ ധ്രുവീകരണ വാക്കുകളായി ഇപ്പോൾ പുറത്തു ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇവരിത് ആരെ പ്രതിരോധിക്കാനാണ് ഇങ്ങനെ വിഷം ചീറ്റുന്നത്? അതാണ് മനസ്സിലാവാത്തത്. RSS BJPയിൽ നിന്നും തെല്ലും വ്യത്യാസമില്ലാതെ LDFന്റെ ചീഞ്ഞ ചിന്താഗതിയാണ് പുറത്തു ചാടുന്നത്. ജനം ഇനി ആരെ ആശ്രയിക്കും? മതേതര മുഖം മൂടിയണിഞ്ഞ മാർക്സിസ്റ്റ് കമ്മ്യൂണിസത്തെയോ വർഗീയ വിഷം നേരിട്ട് തുപ്പുന്ന BJPയെയോ? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക.
മറക്കരുതേ.